ഹായ് ഓൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നല്ലേ, പൈനാപ്പിൾ കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി റീഫ്രഷിങ് ജ്യൂസ് റെസിപ്പിയുമായിട്ടാണ് ഇന്ന് എൻ്റെ വരവ്. ഒരു വെറൈറ്റി ഡ്രിങ്കാണ് കേട്ടോ. നമ്മുടെ ദാഹവും ക്ഷീണവും ഒക്കെ മാറി മനസ്സിനും ശരീരത്തിലും നല്ല കുളിർമ നൽകുന്ന ഈ ജ്യൂസ് എങ്ങനെയാണ് എളുപ്പത്തിൽ തയ്യാറാക്കുന്നത് എന്ന് കണ്ടു നോക്കാം. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് 1 കിലോത്തിൻ്റെ പൈനാപ്പിളാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ പകുതി നമ്മൾ കട്ടാക്കിയിട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് 4 ഗ്ലാസ്സോളം നമുക്ക് ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ കട്ടാക്കിയെടുക്കാം. അതുപോലെ ചെറുതായി കട്ടാക്കിയെടുക്കാം കേട്ടോ. എന്നാൽ നമുക്ക് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ബ്ലെൻഡായി കിട്ടും. അപ്പോൾ ഇതുപോലെ ചെറുതായി കട്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലോട്ട് നമ്മൾ കട്ടാക്കി വെച്ച പൈനാപ്പിൾ ചേർത്തി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ളത് ഒരു 60 ml കപ്പിന് തേങ്ങ ചിരകിയതാണ്. നല്ല ഫ്രഷ് തേങ്ങ തന്നെ എടുക്കാം. നോക്കുക, ഫ്രിഡ്ജിൽ വെച്ചൊന്നും എടുക്കരുത് കേട്ടോ. നമ്മുടെ ജ്യൂസിൻ്റെ ടേസ്റ്റിൻ്റെ വ്യത്യാസം വരുമേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്രഷ് തേങ്ങ എടുക്കുക. പിന്നെ അതുപോലെ തന്നെ ചിരകിയതോ അല്ലെങ്കിൽ നമുക്ക് കട്ടാക്കിയിട്ടോ ചേർത്തി കൊടുക്കാം. അതുപോലെ 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്തി കൊടുക്കാം. പിന്നെ നിങ്ങളെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്തി കൊടുക്കാം കേട്ടോ, കൂട്ടിയും കുറച്ചിട്ടൊക്കെ. പിന്നെ നമുക്ക് ഐസ് ക്യൂബ് വേണം. അപ്പോൾ കുറച്ച് ഐസ് ക്യൂബ് കൂടി ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ബ്ലെൻഡാക്കി എടുക്കാം. ബ്ലെൻഡാക്കി എടുക്കാൻ പറഞ്ഞാൽ പെട്ടെന്ന് അരഞ്ഞിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിന് ശേഷം വേണം നമുക്ക് ഇതിലോട്ട് ഐസ് വാട്ടർ നമുക്ക് ആഡാക്കി കൊടുക്കാൻ. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കിത് നല്ല പേസ്റ്റായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്കിതാ ഒരു 3 ഗ്ലാസ്സോളത്തോളം 4 ഗ്ലാസ്സത്തോളമാണ് കേട്ടോ ഞാനിവിടെ ജ്യൂസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു 3 ഗ്ലാസ്സോളം നമുക്ക് ഐസ് വാട്ടറും കൂടിയും ഉപയോഗിച്ച് വീണ്ടും ഒന്നും കൂടിയും ബ്ലെൻഡാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് പതഞ്ഞിതാ വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് അരിച്ചെടുത്തതിന് ശേഷമാണ് ഈ കാണിക്കുന്നത്. ഇനി നമുക്കൊരു ജാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഇനി നമുക്ക് നമ്മൾ ഏത് ഗ്ലാസ്സിലോട്ടാണെങ്കിൽ സെർവ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ സെർവ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടിയും ഐസ് ക്യൂബും കൂടിയും ചേർത്തി കൊടുക്കാം. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്തി കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് ഇതാ അതുപോലെ തന്നെ കുടിക്കാം കേട്ടോ. സൂപ്പറാണ്. ഇനി അതുപോലെ നമ്മുടെ കസ്കസ് കുറച്ച് കുതിർത്തി വെച്ചതാണ് 2 ടേബിൾ സ്പൂണോളം. അതും ഞാൻ ഇതിലോട്ട് ചേർത്തി കൊടുക്കുന്നുണ്ട്. അതും ഓപ്ഷനിലാണ് കേട്ടോ, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്തി കൊടുത്താൽ മതി. അപ്പോൾ കാണാനൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചേർത്തി കൊടുക്കുന്നത്. നമുക്ക് മുകളിൽ ഒരു പൈനാപ്പിളിൻ്റെ പീസൊക്കെ ഗ്ലാസ്സിലോട്ട് ഡെക്കറേഷന് വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ ജ്യൂസ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ തന്നെ കുടിക്കാം കേട്ടോ. കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട. എന്ന് വെച്ചാൽ നമ്മുടെ ആ തേങ്ങാപ്പാലിൻ്റെ ഇതൊക്കെ ഫ്ലേവർ കൂടുതലായി ഇറങ്ങി വരുവേ. അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ. നല്ല ഫ്രഷ് പൈനാപ്പിൾ ഉണ്ടെങ്കിൽ ഇന്നത്തെ സ്പെഷ്യൽ ഡ്രിങ്ക് നിങ്ങൾക്ക് പെട്ടെന്ന് തയ്യാറാക്കാം. എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സും ഒക്കെ ഇത് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയും കൊണ്ട് വീണ്ടും നാളെ 2 മണിക്ക് നമുക്ക് കാണാം കേട്ടോ. അതുവരേക്കും എല്ലാവരും സേഫായിരിക്കുക, ഹാപ്പി ആയിരിക്കുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.